അപ്പൊ കൂട്ടുകാരെ, നമുക്കിന്ന് തിരുവിതാംകൂറിലെ ദിവാൻമാരെ കുറിച്ച് മനസ്സിലാക്കിയാലോ? അപ്പൊ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ദിവാൻമാരെ പഠിക്കാം. അപ്പൊ അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആരായിരുന്നു? അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ അറുമുഖം പിള്ളയായിരുന്നു. ഇനി അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് എന്നറിയപ്പെട്ടത് മെക്കാളയാണ്. തിരുവിതാംകൂറിലെ റെസിഡന്റ് ദിവാൻ എന്നറിയപ്പെട്ടത് ആരാണ്? മൺട്രോ ആണ് തിരുവിതാംകൂറിലെ റെസിഡന്റ് ദിവാൻ എന്ന് അറിയപ്പെട്ടത്. ഇനി തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഹബീബുള്ളയാണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരാണ്? മുഹമ്മദ് ഹബീബുള്ള. അടുത്തത് തിരുവിതാംകൂറിലെ അവസാന ദിവാൻ ആരാന്ന് വെച്ചാൽ PGN ഉണ്ണിത്താനാണ് തിരുവിതാംകൂറിലെ അവസാന ദിവാനായിട്ട് അറിയപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ ദിവാൻ പദവി ഏറ്റവും മുഴുവൻ സമയം വഹിച്ച ഹൈന്ദവതേരനായ വ്യക്തി ആരെന്ന് വെച്ചാൽ ME വാട്സ് ആണ്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട തിരുവിതാംകൂറിലെ ദിവാൻമാരെ കുറിച്ച് മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? ഒന്ന്, തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ എന്നറിയപ്പെട്ടത് ആരാണ്? അറുമുഖം പിള്ളയാണ്. അടുത്ത ആദ്യ റെസിഡന്റ്, തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് എന്നറിയപ്പെടുന്നത് മെക്കാളയാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ എന്നറിയപ്പെട്ടത് ആരാണ്? മൺട്രോ ആണ്. ഇനി തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനായിട്ട് ആരായിരുന്നു അറിയപ്പെടുന്നത്? മുഹമ്മദ് ഹബീബുള്ളയാണ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂറിലെ PGN ഉണ്ണിത്താനായിരുന്നു തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ. ഇനി തിരുവിതാംകൂറിലെ ദിവാൻ പദവി മുഴുവൻ സമയം വഹിച്ച ഹൈന്ദവേതര വ്യക്തി ആരാന്ന് വെച്ചാൽ ME വാട്സ് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട തിരുവിതാംകൂറിലെ ദിവാൻമാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അപ്പൊ ഈ സവിശേഷ ദിവാൻമാരെ ഓർത്തു വെച്ചിരിക്കുള്ളൂ. തീർച്ചയായും നമുക്ക് എക്സാംസിന് യൂസ്ഫുൾ ആയിരിക്കും.